നമുക്കിന്നൊരു സിമ്പിൾ മുട്ട റോസ്റ്റ് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി ഞാനിവിടെ 4 സവാള, 2 തക്കാളിപ്പഴം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 3 പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുട്ട രണ്ടായിട്ട് കീറി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് തക്കാളിപ്പഴം അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.